ബോസ് മലയാളം സീസൺ 6 ജയിൽ നോമിനേഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും ജയിലിൽ പോകേണ്ടി വന്നത് നോറയും ഗബ്രിയായിരുന്നു. ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഇവർ രണ്ടുപേരുമാണ് വന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ജാസ്മിനും ഗബ്രിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതിൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നമുക്കറിയാമല്ലോ, നമുക്ക് ജയിൽ നോമിനേഷൻ കഴിഞ്ഞിട്ട് ജയിലിൽ പോകുന്ന ആൾക്കാരിൽ നമ്മൾ ഇതുവരെ കണ്ട സീസണിൽ ഏറ്റവും സന്തോഷത്തോടെ പോയ രണ്ടാൾക്കാരാണ് ജാസ്മിനും ഗബ്രിയും. അപ്പോൾ ഇപ്രാവശ്യം പോയത് നോറയും ഗബ്രിയാണ്. അപ്പോൾ ഇവരുടെ കേസിൽ നമുക്കറിയാവുന്ന കാര്യമാണ്, ജാസ്മിനും ഗബ്രിക്കും പിരിഞ്ഞിട്ടങ്ങ് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഗബ്രി പറയുന്നുണ്ട്, എങ്ങനെ ഞാൻ ഇരിക്കും, നീ ഇല്ലാണ്ട് എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് 1 മണിക്കൂർ പോലും മാറിയിരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ബന്ധം മാറിയിട്ടുണ്ട്. കാരണം ഒരു വീട്ടിലാണ് ഇവർ നിൽക്കണത്. ഒരു വീട്ടിൽ ജയിലിൽ എന്ന് പറഞ്ഞിട്ടൊരു ഇതിൻ്റെ ഉള്ളിൽ അവർ നിൽക്കണമെന്ന് മാത്രം. അവിടത്തേക്കാണ് ഗബ്രി മാറിയിട്ട് നോറയുടെ കൂടെ നിൽക്കാൻ പോകുന്നത്. പക്ഷെ അതുപോലും സഹിക്കാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേർക്കും പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ട് അവർ ജയിലിലേക്ക് പോവാണ്. നോറയും നമ്മുടെ ഗബ്രിയും കൂടിയിട്ട് ജയിലിലേക്ക് പോവാണ്. അത് കഴിഞ്ഞ ശേഷമാണ് കുറേ കാര്യങ്ങൾ പിന്നെയും നടക്കുന്നത്. ജാസ്മിൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ജയിലിൻ്റെ അടുത്ത് വരുന്നുണ്ട്. ജയിലിൻ്റെ അടുത്ത് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇവരോട് സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ സംസാരിച്ചൊരു വിഷയം എന്താണ് ജാസ്മിൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നില്ല. ജാസ്മിൻ നോറയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ ഈ ഡ്രസ്സിൻ്റെ ഉള്ളിൽ വേറെ ഒന്നും ഇട്ടിട്ടില്ലല്ലോ. ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു 2-3 തവണ വന്നിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് ടെൻഷൻ അടിച്ചിട്ടിരിക്കുന്ന ഒരു ജാസ്മിനെയാണ് കാണിക്കണത് ബിഗ് ബോസ്. എന്താണ് ജാസ്മിൻ അവിടെ ഉദ്ദേശിക്കുന്നത്? അതോ നമ്മുടെ ഗബ്രീനെ അത്രയും വിശ്വാസമില്ലായ്മ കൊണ്ട്, അയ്യോ എന്നെപ്പോലെ തന്നെ, അതായത് ചിലപ്പോൾ ജാസ്മിൻ ഇങ്ങനെ ആയിരിക്കാം, ജാസ്മിനെ പോലെ തന്നെ ഇവിടെയും ട്രീറ്റ് ചെയ്യുമോ എന്നുള്ള രീതിയിലായിരിക്കാം. എന്താണെന്ന് അറിഞ്ഞൂടാ, ജാസ്മിൻ ഇമ്മാതിരി അവിടെ വന്നിട്ട് ഇത്രയും ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, നോറയില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് അറിഞ്ഞൂടാ. ആയാലും നോറ അവിടെ ഇങ്ങനെ ഇട്ടിട്ടില്ല എന്നും പറഞ്ഞിട്ട് ജാസ്മിൻ പുറത്തിരുന്ന് ഇത്രയും ടെൻഷൻ അടിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം ഗബ്രി ആയിട്ടുള്ള ഒരിതിൽ ചിലപ്പം ഇവർ തമ്മിലുള്ളത് പോലെ സംതിങ് എന്തെങ്കിലും അവർ തമ്മിൽ നടക്കുമോ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ആയിരിക്കാം. എനിക്കറിഞ്ഞൂടെ എന്താണെന്ന്. പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞ് ജാസ്മിൻ വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ജയിലിൽ. അതായത് ഗബ്രീനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം അവർക്ക് കുറേ വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല മുട്ടം പണിയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ സമയം ഗബ്രി ചെയ്തു. കുറേ കഴിഞ്ഞപ്പോൾ ഗബ്രി കിടന്നുറങ്ങിയ ശേഷം അത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ജാസ്മിൻ അവിടെ വന്നിട്ട് ഗബ്രി ഉറങ്ങി എന്നുള്ള അവിടെ വന്ന് നിന്നിട്ട് നോക്കുന്നുണ്ട്. അവിടെ നിന്ന് നോക്കി ഓക്കെ ആക്കിയിട്ടാണ് ജാസ്മിൻ പോകുന്നത്. ഇത്രത്തോളം ഗബ്രി ആയിട്ട് നോറ അടുക്കുമോ, അല്ലെങ്കിൽ നോറയായിട്ട് ഇവർ തമ്മിൽ ഓൾറെഡി പുറത്തുനിന്ന് ബന്ധമുണ്ട്, ഇവർ തമ്മിൽ നേരത്തെ അറിയാവുന്ന ആൾക്കാർ കൂടിയാണ്. അത് ഓൾറെഡി കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് അറിയാമല്ലോ. അപ്പം ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിശ്വാസവും കാര്യങ്ങളൊന്നും ഇല്ലായിരിക്കും. കാരണം ഇവൾ ഇനി പണ്ടത്തെ പോലെ എന്തെങ്കിലും ചെയ്യുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇവനെ തട്ടിക്കൊണ്ടു പോകുമോ, അല്ലെങ്കിൽ ഇവനുമായിട്ട് എന്തെങ്കിലും ഉണ്ടാവുമോ ഒക്കെ ആയിരിക്കാം ജാസ്മിൻ ചിന്തിക്കുന്നത്. എന്തായാലും ഇത് കണ്ടിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ